നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കാൻ കാരണം ശത്രുക്കളല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ചില സുഹൃത്തുക്കളായിരിക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണൂ. കാരണം ഇന്ന് പറയുന്ന 5 ലക്ഷണങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ മാറ്റാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ലക്ഷണം, ഒരു റിയൽ ഫ്രണ്ട് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കും. റിയൽ ഫ്രണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവനെങ്കാട്ടി മുന്നിലെത്തുന്നത് ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. റിയൽ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ആഗ്രഹിക്കും, അതായത് അവനെങ്കാട്ടി മുകളിലെത്തണം, നിനക്കും വിജയിക്കണം, നിന്റെ വിജയം ഞാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവനെങ്കാട്ടി മുന്നിലെത്താൻ ആഗ്രഹിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. ആ റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ നമ്മളെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങനത്തെ ആളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷണം, ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതൊന്നും നടക്കില്ല, കുറേ സമയം കളയണ്ട, എന്നെ കൊണ്ട് പറ്റൂല, അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. കാരണം നിങ്ങൾ സ്വപ്നം തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ്. അതായത് അവൻ ഇങ്ങനെ വിജയിക്കുന്നതിന് താല്പര്യമുള്ള കാര്യമില്ല. അതുകൊണ്ട് പുതിയ കാര്യം തുടങ്ങുമ്പോഴും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, അതായത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം വിലമതിക്കുന്നത്. അതായത് നിങ്ങളുടെ ടൈമിന് വാല്യൂ കൊടുക്കാത്ത, സമയത്തിന് എല്ലാത്തിനും വാല്യൂ ഉണ്ട്, അങ്ങനെ കൊടുക്കാത്തൊരു കാറ്റഗറി ആൾക്കാരാണ് മൂന്നാമത്തെ ലക്ഷണങ്ങളിൽ വരുന്നത്. അതായത് നിങ്ങൾ പഠിക്കാൻ ചോദിച്ചായിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ വിളിച്ചു കൊണ്ടുപോവുക, അതുപോലെ നിങ്ങൾ ശ്രദ്ധ മാറ്റുക, നിങ്ങളുടെ ഭാവിയെ മാറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവനെയും നിങ്ങൾ ഒഴിവാക്കണമെന്നാണ്. നാലാമത്തെ ലക്ഷണം, നിങ്ങൾ വിജയിച്ച സന്തോഷവനാണ് നിങ്ങൾ സുഹൃത്തെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ വിജയിക്കുമ്പോൾ അസൂയ ഉണ്ട്, നിങ്ങൾ വിജയിക്കുമെന്ന് ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ വളരുമ്പോൾ ഒരുപാട് നിങ്ങളെ എന്താ പറയുക വിമർശിക്കുന്ന, നിങ്ങൾ ഒരുപാട് കുറ്റം പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തതും അവസാനത്തമായ ലക്ഷണം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രം നിങ്ങൾ സ്പെഷ്യലായിട്ട് ഓർക്കുക. അതായത് നിങ്ങൾ സമയം ചെലവഴിക്കുന്നതും കൂടുതൽ നിങ്ങൾ ഫ്രണ്ട്സ് അടുത്തായിരിക്കാം. നമ്മളൊരു ടീനേജ് കാറ്റഗറിയിൽ അതിന് മുകളിലായാലും ഫാമിലിയുടെ കൂടുതൽ ഫ്രണ്ട്സായിട്ടായിരിക്കാം. ഓക്കെ, പക്ഷേ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങോട്ടും കിട്ടാം, അവരുടെ സ്വഭാവം ഇങ്ങോട്ടും. അതായത് പലപ്പോഴും കൂട്ടുകൂടേണ്ടത് നല്ല ആൾക്കാരായിട്ട് മാത്രമായിരിക്കണം. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ലക്ഷണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളുടെ സ്വഭാവം അവനെയും ബാധിക്കും, അവരുടെ സ്വഭാവം നമ്മളെ ബാധിക്കും. ഓക്കെ, കൂടുതലായിട്ട് അവൻ്റെ സ്വഭാവം നമ്മളെ ബാധിക്കുമ്പോൾ അവൻ മോശമാണെങ്കിൽ നമ്മൾ മോശമാവും. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി എല്ലാ സുഹൃത്തുക്കളും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, മോശമുള്ളവരുണ്ടായിരിക്കും, അങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കുക എന്നതാണ്. ഓക്കെ, നിന്നെ വളരാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് അവരെ കൂടെ കൂട്ടാം. എന്നെ പ്രേരിപ്പിക്കുന്നില്ല, എന്നെ വളരെ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തിരിച്ചറിയണം. കാരണം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഓക്കെ, ഫേക്ക് ഫ്രണ്ട്സ് ഈക്വൽ ടു ഫെയിൽഡ് ഫ്യൂച്ചർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പോയി ചാടാതെ നല്ല തീരുമാനത്തിലേക്ക് മാത്രം പോവുക. താങ്ക് യു.